ഹലോ, അസ്സാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി, കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വീട്ടിലത്തേന് കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 11:30 ആയപ്പോഴത്തേനാണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ മക്കളെല്ലാവരും കൂടിയപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ. അവർ ബെഡിലൊക്കെ കയറിയിട്ടാണ് ഇവിടെ ചാടി കളിക്കണം. അപ്പോൾ ഇവിടെ സെബ്ബൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചാടി കളിക്കണം. അപ്പോൾ അതാ മോള് ഒന്ന് ചാടി കളിക്കണതിൻ്റെ ഇടയിൽ തല മുട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ മുട്ടിയപ്പോൾ തലയൊക്കെ ഇരുന്നിട്ട് ഉയ്യണം കേട്ടോ. അപ്പോൾ മറ്റോളും ഒന്ന് ഉയ്ഞ്ഞൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചോറ് തിന്നണ നേരമായപ്പോൾ ഇതാ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എന്താ ചോർക്ക് നല്ല നാടൻ കൂട്ടാനൊക്കെ ഉണ്ട്. അവിയലും പിന്നെ അതുപോലെ പല തരം കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നാടൻ കൂട്ടാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അതൊക്കെ തൈരുണ്ട്, അതുപോലെ മോരുകറി ഉണ്ട്. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടം ഈ മോരുകറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മോരുകറിയും അതുപോലെ തൈരും ഒക്കെ കൂട്ടിയിട്ടാണ് ചോറൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ അത് മുട്ടൊക്കെ ഇതാക്കിയിട്ടുള്ള ഒരൈറ്റം മുട്ടയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കിയ കൂട്ടാനൊക്കെ എടുത്തിക്കണ്. അപ്പോൾ അതും പിന്നെ അവിയലും മത്തനും പയറൊക്കെ കൂടെയുള്ള കൂട്ടാനും പലതരം കൂട്ടാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ മത്തലിൻ്റെ മീൻ പൊരിച്ചതിൻ്റെ ഇത് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മീൻകറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മീൻകറി ഒന്നും ഞാൻ എടുത്തില്ല. എനിക്ക് ഈ കൂട്ടാനുകളും അതുപോലെ മോരുകറിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബിരിയാണീനെക്കാട്ടൊക്കെ ഇഷ്ടമാണ് ഈ നാടൻ കൂട്ടാനും നാടൻ ഫുഡുകളൊക്കെ കഴിക്കുന്നത്. അതുപോലെ സദ്യ എന്ന് പറഞ്ഞ സാധനമൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണിയും സദ്യയും കൂടെ ഒക്കെ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സദ്യയായിട്ടൊക്കെ കഴിക്കുള്ളൂ. ഇത്രക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ മോളൂനൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് കുടിക്കാനൊക്കെ മടിയായിട്ട് ഇവിടെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര കളിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചോറുന്നല കഴിഞ്ഞ് നീച്ചപ്പോൾ തന്നെ വൈകുന്നേരം ആയിക്കണം കേട്ടോ. അങ്ങനെ വർത്തനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് ഡ്രസ്സ് മാറണമല്ല. അപ്പോൾ അവർ അവിടെ ഇരുന്നിട്ട് ഭയങ്കര കളി. അപ്പോൾ എല്ലാവരും കൂടി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അവർക്ക്. പിന്നെ നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്, ഉണ്ടൊക്കെ കൂട്ടിയിട്ടിട്ട്. അപ്പോൾ ചായക്ക് കടി ഉണ്ടയാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കണം. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയാണ്. പക്ഷേ അതിൽ ഉള്ളിൽ കടിക്കാൻ കടലി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കഴിക്കണത് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ, കടിക്കാനൊന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ ഇത് രാവിലത്തേന് കേട്ടോ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നമുക്ക് നൂൽപുട്ടും ഉണ്ടായിന്ന്, കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് വരട്ടിയതും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ടൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇന്നലൊന്നും അങ്ങനെ നടന്നിട്ടൊന്നുമില്ല കേട്ടോ. കൂടുതൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇരുന്നപ്പോൾ നേരം വെളുത്തതിന് ശേഷം ചായയുടെയൊക്കെ കഴിഞ്ഞാണ്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങിയൊക്കെയാണ്. വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറണം. നമുക്ക് എത്ര കണ്ടതാണെങ്കിലും പിന്നെയും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ വേറെ പണികളൊന്നും കൂടുതൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആറാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലും അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. വാർപ്പിട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ തേപ്പോ കാര്യമൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പിന്നെ ആരും കാണിക്കണമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അടുക്കള കേട്ടോ. അപ്പോൾ അടുക്കളയിൽ റേക്കും അടുപ്പിനുള്ളതും പിന്നെ സിങ്ക് വെക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൊലായില തിണ്ടൊക്കെ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ 2 റൂമിലുള്ള വീടാണ്. പിന്നെ അത് വീട് അധികം കാണിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാണാൻ ആഗ്രഹമുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അന്ന് കാണിച്ചപ്പോൾ ഇങ്ങനെ മോൾക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വാർപ്പിട്ടതിൻ്റെ ശേഷം പിന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറുന്നുള്ളൂ കേട്ടോ. പിന്നെ മോനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പം മക്കൾ പിന്നെ ആദ്യം തന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തടവുണ്ടെങ്കിലും മുഖമാവുന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഞാനും പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ കയറി വന്നിങ്ങനെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ താഴത്തൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ മോനിങ്ങനെ വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ മോളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോന്നിങ്ങനെ കാണുമ്പോൾ നല്ല രസട്ടാ.
അപ്പോൾ ഈ ഇലയൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാണ്ട് കുട്ടികൾ ഇങ്ങനെ പറയണം. അപ്പോൾ എനിക്ക് പേടിയാവട്ടെ ഈ ഇലമൊക്കെ പിടിച്ച് തൂങ്ങുമ്പോൾ കുട്ടികളങ്ങനെ താഴത്തേക്ക് പോകുക വെച്ചിട്ട്. പിന്നെ മോള് കണ്ണിലൊക്കെ ഇടുന്നു ഓടിക്കളിക്കണ്. അപ്പോൾ ഒരു രാത്രി ഇട്ടിരുന്ന ഡ്രസ്സാണിത്, ഫാൻറ്റും കുപ്പായിട്ടോ. അപ്പം അതൊന്നും ഊരിയിട്ടിട്ടൊന്നുമില്ല. പിന്നെ അതായിട്ട് തന്നെ അങ്ങനെ ഓട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല ചമ്മലൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ കുളിയും ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് ആങ്ങളുടെ വീട്ടിലാണ് കേട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾസൊക്കെ അവിടെ ഇരുത്തിയത് കഴിഞ്ഞിട്ട് അവരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരിതാ വന്നിട്ട് കളിയും പുസ്തകമൊക്കെ എടുത്തിട്ടുള്ള കളിയൊക്കെയാണ് കേട്ടോ. പിന്നെ മോളും നല്ല സന്തോഷമിട്ട് എല്ലാവരും കൂടി കണ്ടപ്പോൾ ഓളാണ്ടും കൊണ്ടൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ചിത്രമൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓൾക്ക് ഈ LKG ഒക്കെ ഉള്ള പുസ്തകത്തിലുണ്ടാവുമല്ലോ നല്ല ചിത്രങ്ങൾ. അപ്പോൾ ഓരിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വന്ന് നോക്കിയാണ്. അപ്പോൾ നാത്തൂന് എല്ലാ പണിയും കഴിച്ച് വെച്ചിക്കണ്, ബിരിയാണിക്കൊക്കെ ദമ്മിട്ട് വെച്ചിക്കണ് കേട്ടോ. പിന്നെ അതുപോലെ മുളകച്ചാറും എല്ലേതും റെഡിയാക്കി വെച്ചതിന് ശേഷം ഞങ്ങളെ കണ്ടപ്പോൾ വെള്ളമൊക്കെ കലക്കുന്നുണ്ട്. അപ്പം എന്താ മോളും ഇവിടെ നല്ല കളിയാണ്. പിന്നെ ആങ്ങൾക്ക് 3 മക്കളുണ്ട് കേട്ടോ. ചെറിയത് വെച്ചാൽ കുറച്ചൊക്കെ വലുപ്പം വെച്ചിക്കണ്. അപ്പോൾ ചെറിയൊറ്റങ്ങൾ 2 എണ്ണം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഏകദേശം കളിക്കാനുള്ള പ്രായമുണ്ട്. പിന്നെ അനിയത്തിൻ്റെ 2 മക്കളുണ്ട്. പിന്നെ ഒരനിയത്തിൻ്റെ ഒരു മോനുണ്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി നല്ല കളിയാണ്. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ ഈ കർട്ടൻമ ഇങ്ങനെ കളിക്കട്ടോ. അവളെ പരിപാടി അതന്നെ, ഇടയ്ക്കിടയ്ക്ക് ഓടി വരിക, അതിങ്ങനെ മടക്കിയിട്ട് ഇതാക്കിയിട്ട് ഇങ്ങനെ കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലില്ലാത്ത എന്തെങ്കിലും കാണുമ്പോൾ ഓൾക്ക് ഭയങ്കര കഴട്ടലാണല്ലോ അല്ലേ. അപ്പോൾ അതാ അടുക്കളയൊക്കെ വന്നപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചോറൊക്കെ വിളമ്പുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികളൊക്കെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ പേപ്പറൊക്കെ വെച്ചിട്ട് അവിടെ ഇരുത്തിക്കണ്. അപ്പം ഞാനും താഴെ തന്നെ അവരെ കൂടുതലിരുന്നിട്ട് അപ്പോൾ ടേബിളുമ്മേ മറ്റുള്ളവരൊക്കെ കൂടെ ടേബിൾമേൽ ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് അപ്പം മോളൂനും പ്ലേറ്റിലൊക്കെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ല മുളകച്ചാറും കച്ചമ്പറും അതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള നല്ല ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടികളൊക്കെ പുറത്തിറങ്ങിയിട്ട് അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ ഇങ്ങനെ തിന്ന് ബാക്കിയൊക്കെ വെച്ചിട്ട് അവരൊക്കെ നീച്ചു പോയിക്കണ്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കടിയാണ് കേട്ടത് പക്കവട. അപ്പോൾ അത് കടയിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ ചായ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.